ബി.ജെ.പി. ഭരിക്കുന്ന മധൂർ ഗ്രാമപഞ്ചായത്തിൽ ചേരിതിരിവും പോരും അനുദിനം രൂക്ഷമാകുന്നു. ഇതേ തുടർന്ന് ശനിയാഴ്ച ചേർന്ന ഭരണസമിതി യോഗം 10 അംഗങ്ങളും ബഹിഷ്കരിച്ചതിനാൽ ക്വാറം തികയാതെ പിരിച്ചുവിടേണ്ടി വന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ശനിയാഴ്ച രാവിലെ 10:30 വിളിച്ചു ചേർത്ത യോഗമാണ് ബി.ജെ.പിയിലെ 13 അംഗങ്ങളിൽ 10 പേരും ബഹിഷ്കരിച്ചത്. ഇതോടെ ക്വാറം തികയാത്തതിനാൽ ഭരണസമിതി യോഗം ചേരാതെ അംഗങ്ങളെല്ലാം പിരിഞ്ഞുപോവുകയായിരുന്നു. 20 അംഗ ഭരണസമിതിയിൽ ബി.ജെ.പിക്ക് 13 അംഗങ്ങളാണുള്ളത്. ഇതിൽ പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമേഷ് ഗട്ടി, അംഗം ഉദയകുമാർ എന്നിവർ മാത്രമാണ് പങ്കെടുത്തത്. 7 അംഗങ്ങളുള്ള പ്രതിപക്ഷത്തു നിന്നും മുസ്ലിം ലീഗിലെ ഹനീഫ് അറന്തോട്, CPM-ലെ ഉദയകുമാർ എന്നിവരും യോഗത്തിലെത്തിയിരുന്നു. CPM-നും UDF-നും പിന്നാലെ ഭരണസമിതിയുടെ നിലപാടിനെതിരെ ബി.ജെ.പിയിലെ തന്നെ ഒരു പ്രബല വിഭാഗം രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല, പ്രസിഡന്റും വൈസ് പ്രസിഡന്റും 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരും രാജിവെക്കണമെന്നും പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ ഇവരാരും തന്നെ തയ്യാറായില്ല. ഇതോടെയാണ് ഭരണസമിതിയിലെ ചേരിതിരിവും പോരും രൂക്ഷമായത്. RSSന്റെ പിന്തുണയുള്ളതുകൊണ്ടാണ് പ്രസിഡന്റും കൂടെയുള്ളവരും പാർട്ടിയെപ്പോലും വകവയ്ക്കാതെ മുന്നോട്ട് വന്നത്. എന്നാൽ ഈയൊരു പിന്തുണയിലും ഇപ്പോൾ വലിയ തോതിലുള്ള കുറവ് വന്നിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. 2024-25 വർഷത്തെ പദ്ധതികൾ ഒന്നും നടപ്പാവാൻ പോവാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാസത്തിൽ ഒരു തവണയെങ്കിലും ഭരണസമിതി യോഗം ചേരണം. പക്ഷേ ഒരു മാസമായി ഭരണസമിതി യോഗം നടക്കുന്നില്ല. ബി.ജെ.പിയിലെ തന്നെ ഭൂരിപക്ഷം ആളുകളും ഭരണസമിതി യോഗത്തിൽ പങ്കെടുക്കാതെ ക്വാറം തികയാതെ ഭരണസമിതി യോഗം മാറ്റിവെക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇന്ന് വിളിച്ചു ചേർത്ത യോഗത്തിൽ 13 ബി.ജെ.പി. അംഗങ്ങൾ ഉണ്ടെന്നിരിക്കെ കേവലം 3 പേർ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത്. അങ്ങനെ ക്വാറം തികയാതെ ബി.ജെ.പിക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള മധൂർ പഞ്ചായത്തിനകത്ത് ക്വാറം തികയാതെ യോഗം മാറ്റിവെക്കേണ്ടുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ പോകുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ തവണ തന്നെ സ്റ്റേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ സമർപ്പിച്ചിട്ടും യഥാവിധി ലൈഫ് ഭവന പദ്ധതിക്കുള്ള വിഹിതം ലഭിക്കാത്തത് കാരണം, ഫണ്ട് ലഭിക്കാത്തത് കാരണം പല ഗുണഭോക്താക്കളുടെയും വീട് ഇന്ന് പാതി എത്തിയ നിലയ്ക്കാണ്. അഗ്രിമെന്റ് വെച്ചിട്ടുള്ള പല ആൾക്കാർക്കും ആദ്യ ഗഡു പോലും ലഭിക്കാത്ത സ്ഥിതിയാണ്. യഥാവിധി സ്റ്റേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ സമർപ്പിച്ചിട്ടും ബോർഡ് യഥാവിധി നടക്കാത്തത് കാരണം ഭരണസമിതി അംഗങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള താല്പര്യക്കുറവ് കാരണം മധൂർ പഞ്ചായത്തിനകത്തെ ലൈഫ് ഗുണഭോക്താക്കൾ വളരെയേറെ പ്രയാസം അനുഭവിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ വിജയം ഉറപ്പില്ലാത്തതിനാലാണ് പാർട്ടി നേതൃത്വം കടുത്ത നിലപാടുകളിലേക്ക് കടക്കാതെ തീരുമാനത്തിൽ അയവ് വരുത്തിയിരിക്കുന്നതെന്നും സൂചനയുണ്ട്. ഭരണം പ്രതിസന്ധിയിലായതോടെ പഞ്ചായത്തിലെ പദ്ധതി പ്രവർത്തനങ്ങളും അനിശ്ചിതത്വത്തിലായ അവസ്ഥയിലാണ്. ഈയൊരു സാഹചര്യത്തിൽ ഭരണസമിതി പിരിച്ചുവിടണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.